പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ലൂക്കായുടെ 14-ാമത്തെ അധ്യായമാണ്. നിങ്ങൾ മൊത്തം വായിച്ചാലാണ് നമുക്കൊരു എന്താ പറയുക അർത്ഥം ശരിക്കും കിട്ടുള്ളൂ. ഒരു 32-36 വാക്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. 15 പക്ഷേ അതിന്റെ മുൾഭാഗം കൂടെ വായിക്കണം. തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പലരും കോംപ്രമൈസ് ചെയ്യുന്നതിന് കാരണം ഇതാണ് എന്നുള്ളതാണ് വചനം. ഇങ്ങനെയാണ് വചനം: അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതാണ് വചനം. അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: 20,000 ഭടന്മാരെ പിന്നങ്ങോട്ട് നമ്മളെ നേരിടാൻ വരുമ്പോൾ 10,000 കൊണ്ട് അവരെ നേരിടാൻ കഴിയുമോ എന്ന് ആദ്യമേ ആലോചിച്ച് ഉറപ്പിച്ച് യുദ്ധത്തിന് പുറപ്പെടുന്ന ഏത് രാജാവാണുള്ളത്? ഇതാണ് പറയുന്നത്. എന്നിട്ട് പറയണം അത് സാധ്യമല്ലെങ്കിൽ അവൻ, അതായത് ശത്രു അല്ലെങ്കിൽ നേതൃത്വം നൽകുന്ന ദൂരത്തായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടുന്ന് ദൂതന്മാരെ അയച്ച് അവരുടെ സമാധാനത്തിന് അപേക്ഷ, നീ പറയുന്നില്ല ഞങ്ങൾ അനുസരിച്ചോളാം, നമുക്കൊരു കോംപ്രമൈസിന് ധാരണയിൽ എത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഇത് തന്നെയാണ് എന്റെ പറയുക. എന്നിട്ട് പറയാം, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും ഇവനെ അനുഭവിക്കാൻ സാധിക്കുകയാണ് താഴത്തെ വാക്യം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മൾ പല കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യുന്നതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ സഹോദരങ്ങൾ, പിശാചിനോട് നേരിടാൻ, ലോകത്തോട് പൊരുതാൻ, ജഡത്തോട് പൊരുതാൻ നമുക്ക് ശക്തിയില്ല. അല്ലേ? നിന്റെ ഉള്ളിലുള്ളവൻ പുറമേയുള്ളവനേക്കാൾ ശക്തനാണ് എന്നല്ലേ ദൈവത്തിന്റെ വചനം വെളിപ്പെടുന്നത്. ചിന്തിച്ചു നോക്കി. അല്ലേ? അപ്പൊ പിശാചിനോട്, ലോകത്തോട്, ദേഹത്തോടൊക്കെ പൊരുതാൻ തക്ക വിധം ദൈവശക്തി അധികം. അതെങ്ങനെ നമുക്ക് നേരിടുന്നത്? ഈ ലോകത്തിന്റെ ഒരുപാട് കാര്യം ഉപേക്ഷിക്കുന്നതിലൂടെയാണ് നേടുന്നത്. ഉപേക്ഷിക്കുന്നവനാണ് നേടുന്നത് എന്നുള്ളതല്ലേ വചനം. അല്ലേ? അതുകൊണ്ട് നമുക്ക് പിശാചിനോട് പൊരുതണമെങ്കിൽ ശത്രു ഒരുപാട് കാര്യത്തിൽ നമുക്ക് വേണ്ടാൻ നോക്കേണ്ടി വരും. ഒരുപാട് കാര്യത്തിൽ ഇനി അതൊന്നും നമുക്ക് വേണ്ടാന്ന് പറ്റിയാലേ നമ്മൾ കോംപ്രമൈസ് ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് മദ്യപാനത്തിന്റെ അതിനെ നിർബന്ധിക്കുന്ന ഒരു കൂട്ടുകെട്ടുണ്ട്. അത് വേണ്ട എന്ന് വെക്കാൻ പറ്റിയാലേ ഈ പാപത്തെ വേണ്ടെന്ന് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ലോകം നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് വൈദികനായാലും സന്യാസജീവൻ നയിക്കുന്നവരായാലും അതുപോലെ തന്നെ കുടുംബജീവിതം ആരാണെങ്കിലും ശരി, നോ കോംപ്രമൈസ്. വചനത്തിന്റെ കാര്യത്തിൽ, സഭയുടെ പ്രബോധനങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ആ കാര്യത്തിൽ നമ്മൾ അത് അനുസരിക്കുകയാണ്. നോ കോംപ്രമൈസ്. പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനത്തിന്റെ കാര്യത്തിലൊക്കെ